നമ്മുടെ നാട്ടിൽ സർക്കാർ വാഹനങ്ങളായാലും ശരി, സ്വകാര്യ വാഹനങ്ങളായാലും ശരി, അവ ടാക്സി സർവീസായിട്ട് നടത്തുന്നതിന് ചില നിയന്ത്രണങ്ങളുണ്ട്. ടാക്സികൾക്ക് പ്രത്യേക പെർമിറ്റ് വേണം, പ്രത്യേകിച്ച് കളറ് വേണം, പ്രത്യേകിച്ച് ബോർഡ് വേണം. അതിന് പ്രത്യേകമായിട്ടുള്ള ചട്ടങ്ങളുണ്ട്, നിയന്ത്രണങ്ങളുണ്ട്, നികുതി കൊടുക്കുകയും വേണം. പക്ഷേ നമ്മുടെ ഒന്നാം നമ്പർ വണ്ടി, സർക്കാരിൻ്റെ ഒന്നാം നമ്പർ വണ്ടി ടാക്സി ഓടിയാൽ എന്തായിരിക്കും സംഭവിക്കുക? അതൊരു ചോദ്യമാണ്. കാരണം ആ വണ്ടിയിൽ സാധാരണ മുഖ്യമന്ത്രിയാണ് യാത്ര ചെയ്യേണ്ടത്. ശബരിമലയ്ക്ക് പോണ വഴി ആരെങ്കിലും വരാനുണ്ടോ എന്ന് വഴിയെ പോണ ആളുകളെ വിളിച്ചു കയറ്റിയിട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ മുഖ്യമന്ത്രിയുടെ വക ടാക്സി സർവീസ് എന്ന ഒരു ഒരു മഹാസംഭവം ഉണ്ടായതായിട്ടാണ് നാട്ടുകാർ ധരിക്കുക. സാധാരണ ലോകത്തെ ഭരണാധികാരികളാരും ഇങ്ങനെ സ്വന്തം വണ്ടി ടാക്സി സർവീസായിട്ട് ഉപയോഗിക്കാറില്ല. പക്ഷേ കേരളത്തിൽ ഉദാരവനായിട്ടുള്ള നമ്മുടെ മുഖ്യമന്ത്രി സമീപകാലത്ത് ഈ തീരെ നടക്കാൻ ബുദ്ധിമുട്ടുള്ള വയോധികനായിട്ട് വെള്ളാപ്പള്ളിയെ സ്വന്തം വണ്ടി കയറ്റി കൊണ്ടുപോയി ശബരിമലയ്ക്ക് എന്നാണ് പറയുന്നത്.